കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വെച്ച് വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട്, പിന്നെ നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ നേരെ ആ വലിയ കൊടിമരവും വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത് വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കും കാണാം. വലതുവശത്ത് ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശം മാത്രമല്ല, ഇന്ന് ചതുർബാഹുവായ വിഗ്രഹം നിറച്ച് രൂപങ്ങളുണ്ട് കേട്ടോ. ഒന്ന് നല്ല രസമായിട്ടുള്ള അലങ്കാരമാണ്. എന്താ പറയുക, വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരം. ഇന്ന് കുറേ ആളുകളെ കാണാണ്ട്, ഉണ്ണീനെ കാണാണ്ട്, ഉണ്ണിയുടെ കാൽപാദവും കാൽത്തളകൾ കാണാണ്ട്. അതിങ്ങനെ അരയിൽ കൈ കെട്ടിങ്ങനെ നിൽക്കണു ഗുരുവായൂരപ്പൻ. അതേപോലെ ശംഭു ഉണ്ട്, അതേപോലെ തന്നെ തൃശ്ശൂലുണ്ട്. എല്ലാം കൂടി ഇന്ന് മഹാദേവനും ഗുരുവായൂരപ്പനും എല്ലാം കൂടിയാണ് കേട്ടോ. എന്നൊരു അതിമനോഹരമായ കളഭാലങ്കാരമാണ്, വളരെ മനോഹരം. ഉണ്ണീനെ കാണാൻ തന്നെ നല്ല ചന്തം, ശംഭു കാണാൻ അതിലേറെ, അതേപോലെ തൃശ്ശൂലം കാണാൻ അതിമനോഹരം. ആകെ എല്ലാം കൊണ്ടും പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാൻ, അത് അറിഞ്ഞിട്ട് തന്നെ മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു രൂപമാണ്. എന്തൊക്കെയാണ് രൂപം എന്ന് അറിഞ്ഞ് തന്നെ മനസ്സിലായാലേ കാണുള്ളൂ. അങ്ങനെ വളരെ വ്യക്തതയൊക്കെ ഉണ്ട്. എന്തായാലും നന്നായിട്ട് കാണാനും പറ്റും. അപ്പോൾ നമ്മൾ ഓരോരോ ഭാഗങ്ങൾ കാണുക, എന്ത് രസമാണെന്നറിയോ. അത് കൂടാതെ പീലിത്തിരുമുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുമാതിരി തിരുമുടിമാല വെച്ചിട്ടുണ്ട്. 2 തിരുമുടിമാല ഉണ്ട്. പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ട്. അതേപോലെ ഉണ്ടമാല ഉണ്ട്. ഉണ്ടമാല എങ്ങനെ വെച്ചാൽ വെളുത്ത പൂവും തെച്ചിയും കൂടുതലായിട്ടുള്ള, തുളസി കുറച്ചും. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കിയാൽ നല്ല രസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അലങ്കാരം ചെയ്തിരിക്കുന്നത് നമ്മുടെ പഴയം കൃഷ്ണപ്രസാദ് ഓദിക്കനാണ്. അദ്ദേഹത്തിൻ്റെ അലങ്കാരം വളരെ കേമം തന്നെയാണ്, നന്നായിട്ടുണ്ട്. അപ്പോൾ നല്ല കാഴ്ചയാണ്. എല്ലാവരും എന്താ പറയുക, കണ്ണനെയും അതായത് ഗുരുവായൂരപ്പനെയും ശംഭുവിനെയും ശംഭു മഹാദേവ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കണ്ടു തൊഴാം. അതായത് എല്ലാതും ഞാൻ തന്നെ എന്ന് പറഞ്ഞതാണ്. ശംഭു ഞാൻ തന്നെയാണ്, ഗുരുവായൂരപ്പനും ഞാൻ തന്നെയാണ്. അങ്ങനത്തെ ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ഇപ്പോൾ ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി കാണുന്ന കാഴ്ചയാണ്. 2 പേരെയും നന്നായിട്ട് കാണാം, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. 2 പേരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ആലിലക്കണ്ണനെയും കണ്ടു തൊഴാം. പിന്നീട് സപ്തമാതാക്കളെ കണ്ടു തൊഴാം. അതിനുശേഷം ഗണേശനെ കണ്ടു തൊഴാനായിട്ട് പോവാം. ഗണേശനൊന്ന് കളഭാലങ്കാരം കാണാനില്ല, കുറേശ്ശെ ഓരോ കഷ്ണങ്ങളായിട്ടുള്ള മാതിരി, അതായത് ഓരോ പൊട്ടുകൾ വെച്ച മാതിരിയാണ് ആയിട്ടുള്ളൂ. അതേപോലെ കിരീടം വെച്ചിട്ടുണ്ട്, മഞ്ഞ പട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവിനെ കാണുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ കോർണറിലല്ല ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് പിന്നെ അവിടെ നിന്ന് മേൽശാന്തിൽ അവിടെ വന്ന കൃഷ്ണപ്രസാദ് ഓദിക്കനിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം. പത്മനാഭസ്വാമിയെ കാണാൻ നല്ല രസമാണ്. അവിടെ നിന്ന് നിറയെ പൂക്കളുണ്ട്, താമരമാല ഉണ്ട്, ഒക്കെ ഇങ്ങനെ നന്നായിട്ടുണ്ട്. അപ്പോൾ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് അങ്ങനെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അത് കഴിഞ്ഞ്
താഴത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടന്നിട്ട് വിഷ്ണു സഹസ്രനാമം ചെല്ലുന്ന ആ ഒരു കാഴ്ച കാണാം. അത് കഴിഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത്, മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരാം. അവിടെ നിന്ന് നിറയെ കുങ്കുമമുണ്ട്, അതേപോലെ 2 മാല ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് അങ്ങനെ തൊഴുത് വന്ന് നേരെ നമ്മൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയും കണ്ട് തൊഴാം. പിന്നെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയും കിടാവിളക്കും അതേപോലെ കൊടിമരമൊക്കെ കണ്ട് തൊഴുത് അടുത്ത അറയിലേക്ക് എത്തുമ്പോൾ കുറൂരമ്മി, നാരദരി, മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിലെത്തി ചന്ദനവും തീർത്ഥവും വാങ്ങാം. അതിനുശേഷം നമ്മൾ എടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോരാം. അങ്ങനെ പോരുമ്പോൾ ഒക്കെ അത്യാവശ്യം നല്ല തിരക്കാട്ടോ. കല്യാണങ്ങളും ധാരാളം, മൊത്തം ഭക്തജനങ്ങളും ധാരാളം. അങ്ങനെ വന്ന് നോക്കുമ്പോൾ അവിടെ പറഞ്ഞ പോലെ മഞ്ഞപ്പട്ടാണ് ഉടുപ്പിച്ചിട്ടുള്ളത്. പിന്നെ ചുവന്ന പട്ട് നന്നായിട്ടുണ്ട് പുറകു വശത്ത്. പിന്നെ ധാരാളം മാലകളുണ്ട്. അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഗുരുവായൂരപ്പനെയും അതേപോലെ മഹാദേവനെയൊക്കെ കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ അവിടെ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ കളഭായിട്ടുണ്ട്. പിന്നെ താഴെ നല്ല പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, അരയിലൊരു മഞ്ഞപ്പട്ടും ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് വന്ന് നേരെ നമ്മൾ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ കാളിയമർദ്ദന രൂപിയെ കണ്ടു തൊഴാം. പിന്നീട് നാരായണാലയത്തിലേക്ക് കയറിയിട്ട് അവിടെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് പിന്നെ നമ്മൾ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നെ തെക്കേ നടയിൽ വന്നിട്ട് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയും ഒക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.